ನಮಸ್ಕಾರ ಮೇಡಮ್. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ആമി ടി വി കേട്ടിട്ടുണ്ടാവും. ആ ചാനലിൻ്റെ വരാണ്, ആ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ ഇന്നലെ ശിവരാത്രി കഴിഞ്ഞു. അത് എന്താ വിശേഷം ശിവരാത്രി എന്ന് പറഞ്ഞാൽ? ശിവരാത്രി പറഞ്ഞാൽ ഭയങ്കര വിശേഷമല്ലേ. ശിവരാത്രി എന്ന് പറഞ്ഞാൽ പിന്നെ ശിവനെ നമ്മൾ വ്രതം എടുത്തിട്ട് എല്ലാവരും വ്രതം എടുത്തിട്ട് ശിവനെ ഭജിക്കാം. അതിന് ശിവരാത്രി എന്ന് പറയും. അതിനൊക്കെ കാരണമുണ്ട്. വ്രതം എടുത്തിട്ട് രാത്രി ഉറങ്ങാതെ ശിവനെ നാമം ഉച്ചരിച്ചിട്ട് ഭജനം പാടി അങ്ങനെ ഉറക്കൊഴിച്ചിട്ട് ഇരിക്കണം. ഉറങ്ങാൻ പാടില്ല. അതാണ് ശിവരാത്രി എന്ന് പറഞ്ഞാല് ചുരുക്കത്തില്. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു വിശേഷം എന്താണെങ്കിൽ പരമശിവനും പാർവതി ദേവിക്കും കല്യാണമായ ദിവസമാണ് ശിവരാത്രി. അതാണ് ഇന്നലെ നടന്നത്. ഇന്നലെ നടന്നത് അതാണ്. രണ്ടുപേരുടെയും കല്യാണ നാളാണ് ഇന്നലെ, ശിവരാത്രി ദിവസം. അപ്പോൾ എല്ലാവരും എന്താണ് അവര് കല്യാണം പുതിയതായിട്ട് കഴിഞ്ഞത് അവരെ ദമ്പതിമാരല്ലേ, നവദമ്പതിമാരെ നമ്മൾ വരവേൽക്കണ്ടേ. അതിന് അമ്പലത്തിൽ എല്ലാവരും കൂടി കൂടിയിട്ട് ഭജനെല്ലാം പാടി ശിവനെ പറ്റി പാർവതിയെ പറ്റിയിട്ടും ഭജനം പാടി അവരെ പുകഴ്ത്തി വാഴ്ത്തി പാടി പിന്നെ ആടിപ്പാടിയിട്ട് ഉറങ്ങാതെ നല്ല അഭിഷേകങ്ങളെല്ലാം ചെയ്ത് നല്ല പ്രസാദങ്ങളെല്ലാം വെച്ച് പൂജിക്കും. രാത്രി മുഴുവനും പൂജ നടക്കും. അതാണ് അവരെ വരവേൽക്കാൻ വേണ്ടി. രാത്രി തുടങ്ങിയിട്ട് രാവിലെ വരെ. അപ്പൊ അവരെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് അത് നവദമ്പതികൾ. തിരുവണ്ണാമല എന്താ അവിടെ എന്താ വിശേഷം പറഞ്ഞു? അവിടെയാണ് നടന്നതാണ് ഐതിഹ്യം. കല്യാണം നടന്നതെന്ന് ഐതിഹ്യം. അത് എനിക്കറിയില്ല. അവിടെ തിരുവണ്ണാമല. പിന്നെ വേറൊരു കഥയുണ്ട് ശിവരാത്രിക്ക്. ദേവന്മാരുണ്ടല്ലോ, ദേവന്മാര് അസുരന്മാര്, രണ്ട് പാർട്ടികളുണ്ട്. അവര് ദേവന്മാര് നല്ല ആൾക്കാരാണ്, നല്ലത്. അസുരന്മാരെ പറഞ്ഞാൽ കുറച്ച് ദുഷ്ടന്മാര്. അപ്പൊ അവര് രണ്ടു കൂട്ടരും അമൃത് എടുക്കണം എന്ന് അവർക്കൊരാഗ്രഹം. അമൃതം എടുക്കണം. അമൃതം കഴിച്ചാൽ മരിക്കില്ല എന്നാണ് പറയുന്നത്. അത് കിട്ടണമെങ്കിൽ കടല് കടഞ്ഞെടുക്കണം. കടലിൽ. അപ്പൊ രണ്ടു കൂട്ടരും കടൽ കടഞ്ഞെടുക്കണം. കടഞ്ഞെടുക്കണം. അപ്പൊ ഇവരെല്ലാം രണ്ടു കൂട്ടരും കൂടിയിട്ട് കടലിന്റെ അവിടെ പോയി അമൃതം കടയാൻ പോയി. എന്തോ ഒരു കടലിനൊരു പേരുണ്ട്, അത് എനിക്ക് ഓർമ്മയില്ല. അവിടെ പോയിട്ട് അവർ നിന്നപ്പോൾ അത്ഭുതം. ആ കടല് മുഴുവന് വെള്ളം മുഴുവന് വിഷം. അത് തൊട്ടാലേ ആൾക്കാർ മരിച്ചു പോകും. ഈ ലോകത്തിനെ മുഴുവനെ കൊല്ലാൻ വേണ്ടി മാത്രം അത്രയും ശക്തമായിട്ടുള്ള വിഷം. അപ്പൊ അത് തൊട്ടാലേ വിഷല്ലേ, അതിനെങ്ങനെ അമൃത് കടഞ്ഞെടുക്കാൻ പറ്റും? ഇത് ശിവന്റെ ദിവ്യശക്തിയില് ദിവ്യദൃഷ്ടിയില് ശിവന് മനസ്സിലായി ഇവരൊക്കെ ആപത്തിലാണ് എന്ന് പറഞ്ഞാൽ അങ്ങേര് ഓടി വന്നു. നമ്മളെ രക്ഷിക്കാൻ എപ്പോഴും ശിവൻ നമ്മളുടെ കൂടെ ഉണ്ടാവും. ഓടി വന്ന് അവരെന്ത് ചെയ്തു എന്നറിയോ? പരമശിവൻ അങ്ങനെ ഇരുന്നിട്ട് ആ വിഷത്തിനെ അങ്ങനെ കുടിച്ചു. കടലിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ കുടിച്ചിട്ട് പിന്നെ കടലില് വിഷമില്ല, ഒന്നുമില്ല. അപ്പൊ നിങ്ങള് എപ്പോഴും കണ്ടിട്ടുണ്ടാവും, ശിവന്റെ ഫോട്ടോ എടുത്തിട്ട് നോക്ക്. ഈ സ്ഥലത്ത് നീല കളറായിരിക്കും. അതെന്താണെന്നറിയോ? ആ വിഷം കുടിച്ച സ്ഥലമാണ്. വിഷത്തിന്റെ കളർ നീല കളറിൽ, ദേഹമൊക്കെ നീലം പായും വിഷം കഴിച്ച. അപ്പോ നീലം പാഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ടാണ് നീലകണ്ഠൻ പേര്. അങ്ങനെയാണ് പേര് വന്നത്. അപ്പോൾ ശിവൻ എല്ലാവരെയും രക്ഷിച്ച കാരണം അവരും എല്ലാവരും ചേർന്ന് കോവില് ശിവനെ ഭജിച്ച് നാമം ഉച്ചരിച്ച് രാത്രി ഫുള്ളായിട്ട് ഉറങ്ങാതെ ഇരുന്ന് അഭിഷേകം എല്ലാം ചെയ്ത് ഭജിച്ചിട്ട് രാവിലെ വരെ ഇരുന്നു. അതും ശിവരാത്രി കൊണ്ടാടുന്ന ഒരു കാരണമാണ്. ഇതാണ് ശിവരാത്രി. ഇനി പല നിറയുണ്ട്. ഇതാണ് പ്രധാന രണ്ട് കാരണം. അപ്പോൾ അത്രയേ ഉള്ളൂ ശിവരാത്രി. അതെ, ഉറങ്ങാതെ നമ്മൾ ഇരിക്കണം. നല്ല പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്ര ശിവരാത്രി പറ്റിയിട്ട് ഇത്ര നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ചാനൽ വക നന്ദിയെന്ന്. നമസ്കാരം. പിന്നെ കാണാം. ശരി. താങ്ക് യു. നമസ്കാരം. ഓൾ ദ ബെസ്റ്റ്.